അമൃതവേണി ലൈഫ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 21 വെള്ളിയാഴ്ച. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ ആരൊക്കെ? നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ എനിക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന് എ പത്മകുമാർ കഴിഞ്ഞ മാസം പ്രതികരിച്ചിരുന്നു. കേസിൽ ഒരു മാസത്തിനിപ്പുറം പത്മകുമാർ കൂടി അറസ്റ്റിലായതോടെ ദൈവതുല്യർ ആരാണെന്ന ചോദ്യത്തിനു കൂടി ഉത്തരം കിട്ടുമെന്നാണ് പ്രതീക്ഷ. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ അറസ്റ്റിലായ എ പത്മകുമാറിന്റെ മൊഴി പുറത്ത്. ഉദ്യോഗസ്ഥരെയും എൻ വാസുവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് പത്മകുമാറിന്റെ മൊഴി. ഉദ്യോഗസ്ഥർ തന്ന രേഖ പ്രകാരമാണ് നടപടിയെടുത്തതെന്ന് പത്മകുമാർ പറയുന്നു. അതേസമയം പോറ്റിയുമായി ആറന്മുളയിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പത്മകുമാർ പലതവണ കൂടിക്കാഴ്ച നടത്തിയെന്നും SIT പറയുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം നിശബ്ദനായ പത്മകുമാർ ദൈവത്തെപ്പോലെ കണ്ടതാരെയാണെന്ന ചോദ്യത്തിന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ റിമാൻഡ് ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിക്ക് മുൻപാകെ ഹാജരാക്കിയ പത്മകുമാറിനെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പത്മകുമാറിനെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് മാറ്റിയത്. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടിയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്നും കോടതി ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിക്കട്ടെയെന്നും ആവശ്യമായ നടപടി പാർട്ടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. CPM ശബരിമല കൊള്ളയടിച്ചത് ജനങ്ങൾ നൽകിയ അധികാരം ഉപയോഗിച്ചാണെന്നും ഇപ്പോൾ കാണുന്നത് ക്ഷേത്രം കൊള്ളയടിച്ച നേതാക്കൾ ജയിലിലേക്ക് പോകുന്ന ഘോഷയാത്രയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ CPM ജില്ലാ കമ്മിറ്റി അംഗവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിനെ SIT അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് VD സതീശന്റെ പ്രതികരണം. ഇനി ചോദ്യം ചെയ്യേണ്ടത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയാണെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച VD സതീശൻ, അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച സ്വന്തം നേതാവ് ജയിലിൽ പോകുമ്പോഴും പാർട്ടിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് പറയാനുള്ള തൊലിക്കെട്ടി ഗോവിന്ദന് മാത്രമേ കാണുകയുള്ളൂ എന്നും പരിഹസിച്ചു. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിലെ യഥാർത്ഥ സൂത്രധാരന്മാർ മന്ത്രിമാരും CPMന്റെ ഉന്നത നേതാക്കളുമാണെന്നും ഇനി അകത്തു പോകാനുള്ളത് മന്ത്രിമാരാണെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. ഇത് ഇവിടെ അവസാനിക്കില്ലെന്നും 3 ദേവസ്വം മന്ത്രിമാർക്ക് ഈ കൊള്ളയിൽ നേരിട്ട് പങ്കുണ്ടെന്നും ശരിയായ രീതിയിൽ അന്വേഷണം മുന്നോട്ടു പോയാൽ അവർ അഴിയെണ്ണേണ്ടി വരുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. CPMന്റെ അറിവോടെയാണ് അഴിമതി നടന്നതെന്നും ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും പിണറായി വിജയൻ അറിയാതെ നടക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നടന്നത് രാഷ്ട്രീയ അഴിമതി തന്നെയാണെന്നും അമ്പലത്തിൽ നിന്ന് സ്വർണം കട്ടവർ എന്തെല്ലാം അഴിമതി നടത്തിയിട്ടുണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ശബരിമല ശ്രീകോവിൽ കൊള്ളയടിച്ച സംഭവം CPM അറിഞ്ഞുകൊണ്ടാണ് നടന്നതെന്ന് തെളിയിക്കുന്നതാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. ദേവസ്വം ബോർഡിന്റെ പേരിൽ CPM ശബരിമലയിൽ നിയോഗിച്ചത് ഒരു കൊള്ള സംഘത്തെയാണോ എന്ന് ചോദിച്ച അദ്ദേഹം ഉദ്യോഗസ്ഥ തല തട്ടിപ്പ് എന്ന് പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്ന് CPMന് ഇനിയും ഒഴിഞ്ഞുമാറാനാകില്ലെന്നും പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ കർശന നടപടി ഉറപ്പാണെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നും രാജു എബ്രഹാം വ്യക്തമാക്കി. ഇനി പാർട്ടി പ്രവർത്തകനാണെങ്കിലും കർശന നടപടി ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും തൂക്കിയെടുത്ത് അകത്തിടാനാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കർശന നടപടികൾ ഉണ്ടാകുമെന്നും CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി വിവരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി.
പത്മകുമാറിന്റെ ആറന്മുളയിലെ വീടിനാണ് വൻ പോലീസ് കാവൽ. വീട്ടിലേക്കുള്ള വഴികളെല്ലാം പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചു. വീടിന് പരിസരത്ത് പോലീസ് കാവലും ഏർപ്പെടുത്തി. അറസ്റ്റിൽ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ സർക്കാരിന്റെ അറിവോടെയല്ലെന്നും സംസ്ഥാനത്തെ 5 ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയാണെന്നും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റിനെക്കുറിച്ചും ശബരിമല വിഷയത്തെക്കുറിച്ചും പ്രതികരിക്കുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. തിരുവനന്തപുരം നെടുമങ്ങാട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ആനാട് സ്വദേശി KV വിനയയാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രിയാണ് മരണം സംഭവിച്ചത്. 40 ദിവസം കൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് അടുത്ത 2 ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇതുപ്രകാരം 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിധി പ്രസ്താവിക്കുന്ന ദിനത്തിൽ തീരുമാനമായില്ല. ഈ മാസം 25-ന് വിചാരണ കോടതി കേസ് വീണ്ടും പരിഗണിക്കും. അന്തിമവാദം പൂർത്തിയാക്കിയ കേസിൽ പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയ നിവാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. സംശയ നിവാരണം കൂടി കഴിഞ്ഞാൽ കേസ് വിധി പറയുന്നതിനായി മാറ്റും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുക. തർക്കങ്ങൾക്കും അനിശ്ചിതത്വത്തിനുമൊടുവിൽ വയനാട്ടിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളി വയലിന് സീറ്റില്ല. മീനങ്ങാടിയിൽ പരിഗണിച്ചിരുന്നെങ്കിലും ജഷീർ വഴങ്ങിയിരുന്നില്ല. കേണിച്ചിറയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയാണ് സ്ഥാനാർത്ഥി. കണ്ണൂർ പയ്യന്നൂർ നഗരസഭയുടെ 36-ാം ഡിവിഷനിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയ ബ്രാഞ്ച് സെക്രട്ടറിയെ CPM പുറത്താക്കി. പയ്യന്നൂർ കാര നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി C വൈശാഖിനെയാണ് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പുതിയ ബെഞ്ച് വിശദമായി വാദം കേൾക്കും. ജസ്റ്റിസ് അനിൽ നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് ഹർജി ഫയലിൽ സ്വീകരിച്ചു. ഹർജിയിലെ എതിർ കക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഹർജിയിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് 2 ഡിവിഷൻ ബെഞ്ചുകൾ നേരത്തെ പിന്മാറിയിരുന്നു. കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി ആൾത്തറമൂടിൽ വൻ തീപിടുത്തം. 4 വീടുകൾക്ക് തീപിടിക്കുകയും ഇവ പൂർണ്ണമായും കത്തിനശിക്കുകയും ചെയ്തു. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണമായത്. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ തീ ആളിക്കത്തുകയും സമീപത്തെ വീടുകളിലേക്ക് പടരുകയുമായിരുന്നു. ഗവർണറുടെ വിവേചനാധികാരം സംബന്ധിച്ച സുപ്രീംകോടതിയുടെ ഏറ്റവും പുതിയ വിധി സ്വാഗതം ചെയ്യുന്നതായി ബംഗാൾ ഗവർണറും മലയാളിയുമായ CV ആനന്ദബോസ്. കോടതി വിധിയിലൂടെ ഗവർണർ വെറുമൊരു റബ്ബർ സ്റ്റാമ്പല്ലെന്ന് വ്യക്തമായിരിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗവർണറുടെ വിവേചനാധികാരത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നാണ് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ച നിയമവഴികളിലൂടെ മാത്രമാണ് ബംഗാൾ രാജ്ഭവൻ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ഒരു ബില്ല് പോലും തടഞ്ഞു വെക്കാറില്ലെന്നും ഗവർണർ ആനന്ദബോസ് കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് അധികാര പങ്കിടൽ ഫോർമുല നടപ്പാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മേൽ സമ്മർദ്ദം ശക്തമാക്കി കർണാടക MLA-മാർ ഡൽഹിയിൽ. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ പക്ഷത്തുള്ള 10 കോൺഗ്രസ് MLA-മാരാണ് ഡൽഹിയിലെത്തിയത്. കോൺഗ്രസ് സർക്കാർ 2.5 വർഷം പൂർത്തിയാക്കുന്നതോടെ നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമായിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE-യുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുസമ്മിൽ ഗനായിയും ഷഹീൻ സയ്യിദും ഉൾപ്പെടെ 4 പേരെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കോടതി ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ വിട്ടു. വ്യാഴാഴ്ച പട്യാല ഹൌസ് കോടതിയാണ് ഇവരെ 10 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടത്.
ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനമുണ്ടായതിനു ശേഷം ആദ്യത്തെ വമ്പൻ പരിപാടിക്കൊരുങ്ങി ഡൽഹി. 50,000 പേർ പങ്കെടുക്കുന്ന ഗുരു തേജ് ബഹാദൂറിന്റെ 350ാം രക്തസാക്ഷിത്വ വാർഷികത്തോടനുബന്ധിച്ചുള്ള മെഗാ പരിപാടിക്കാണ് ചെങ്കോട്ട തയ്യാറെടുക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയതായി ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പരിപാടിയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദ് അടക്കം പ്രതികളുടെ ജാമ്യാപേക്ഷയിലെ വാദത്തിനിടെ കടുത്ത പരാമർശവുമായി ദില്ലി പോലീസ്. ദില്ലി കലാപം കേന്ദ്ര ഭരണമാറ്റം ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് വാദിച്ച് അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു. സർക്കാർ നൽകുന്ന സബ്സിഡി ഉപയോഗിച്ച് പഠിച്ച ഡോക്ടർമാരും ആക്ടിവിസ്റ്റുകളുമാകുന്നവർ നേരിട്ട് ആയുധമെടുക്കുന്ന ഭീകരരേക്കാൾ അപകടകാരികളാകുന്നുവെന്നും കേന്ദ്ര സർക്കാർ ആഞ്ഞടിച്ചു. ജമ്മുകാശ്മീരിൽ നിന്നുള്ള ഏറ്റവും പഴയ ഇംഗ്ലീഷ് ഭാഷാ മാധ്യമങ്ങളിൽ ഒന്നായ കശ്മീർ ടൈംസിന്റെ ജമ്മുവിലെ ഓഫീസിൽ റെയ്ഡ്. ജമ്മുകാശ്മീർ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണ് പരിശോധന നടത്തുന്നത്. രാജ്യത്തിനെതിരെ അതൃപ്തി പരത്തുന്നെന്നും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുവെന്നും ആരോപിച്ച് രജിസ്റ്റർ ചെയ്ത FIRന്റെ പേരിലാണ് റെയ്ഡ്. ജൻസി സംഘർഷത്തെ തുടർന്ന് നേപ്പാളിലെ ബാര ജില്ലയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രവർത്തകരും ജൻസി പ്രതിഷേധക്കാരും തമ്മിൽ പുതിയ സംഘർഷങ്ങൾ ഉടലെടുത്തതിനെ തുടർന്നാണ് നടപടി. ഇന്ത്യൻ പൌരന്മാരല്ലെന്ന് ട്രൈബ്യൂണൽ വിധിച്ച 5 പേരോട് ഉടൻ രാജ്യം വിടാൻ അസമിലെ സോണിത്പൂർ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. 1950-ലെ കുടിയേറ്റ നിയമം നിലവിൽ വന്ന ശേഷം ആദ്യമായാണ് ഈ നിലയിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതേസമയം 5 പേരും 1 വർഷമായി താമസമില്ലെന്നാണ് ഇവരുടെ അയൽവാസികൾ പോലീസിനും അധികൃതർക്കും മൊഴി നൽകിയത്. ഇവർ ഒളിവിൽ പോയിരിക്കാമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. സൌദി അറേബ്യയ്ക്ക് F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കാൻ പദ്ധതിയുണ്ടെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം ചർച്ചയാകുന്നു. സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ അമേരിക്കൻ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു ട്രംപിന്റെ പ്രതികരണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ രൂക്ഷമായ വിമർശനവുമായി സെനറ്റർ ബെർണി സാൻഡേഴ്സ്. ഏകാധിപതികളായ ശതകോടീശ്വരന്മാരെ അനുകൂലിക്കുകയും സാധാരണ മുസ്ലിങ്ങളെ വെറുക്കുകയും ചെയ്യുന്ന സമീപനമാണ് ട്രംപിന്റേത് എന്നായിരുന്നു സാൻഡേഴ്സിന്റെ വിമർശനം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്ക് സിറ്റി നിയുക്ത മേയർ സൊഹ്റാൻ മംദാനിയും ഇന്ന് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയ്ക്ക് മംദാനി അനുമതി തേടിയെന്നും വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചുള്ള സമൂഹ മാധ്യമ പോസ്റ്റിൽ ന്യൂയോർക്ക് നഗരത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മേയർ എന്നാണ് മംദാനിയെ ട്രംപ് വിശേഷിപ്പിച്ചത്. പരസ്പരം ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഇരുവരും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് ഇത്. എന്നാൽ ട്രംപുമായുള്ള ബന്ധം ന്യൂയോർക്ക് നഗരത്തിന്റെ വിജയത്തിന് നിർണായകമാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ മംദാനി വ്യക്തമാക്കിയിരുന്നു. ബ്രസീലിലെ ബെലമിൽ നടക്കുന്ന UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയിൽ വൻ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീപിടുത്തമെന്നാണ് പ്രാഥമിക നിഗമനം. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെ 1000-ലേറെ പ്രതിനിധികളെ വേദിയിൽ നിന്നും ഒഴിപ്പിച്ചു. ഇന്ത്യയുടെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും മറ്റുദ്യോഗസ്ഥരും സുരക്ഷിതരാണ്. തീ നിയന്ത്രണ വിധേയമാക്കിയെന്നും സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്നും ബ്രസീൽ ടൂറിസം മന്ത്രി സെൽസോ സാബിനോ അറിയിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.